വണക്കം. ഈ വീഡിയോ കാണുന്ന ഹിന്ദുക്കളോടാണ്, ഹിന്ദു ജനങ്ങളോടാണ്. ഞാനങ്ങനെ ആരോടും എൻ്റെ വീഡിയോ കാണണമെന്നോ ഷെയർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ സേവ് ചെയ്ത് വെക്കണമോ ഒന്നും ഞാൻ പറയാറില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം എന്ന് ഞാൻ എൻ്റെ വിനീതമായിട്ടുള്ളൊരു അഭ്യർത്ഥനയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഷെയർ ചെയ്യാൻ തോന്നിയാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഓരോ ഹിന്ദുവും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടന്ന വലിയ വലിയ സ്ഫോടനങ്ങളുണ്ട്. ആ സ്ഫോടനങ്ങളിൽ ഒരുപാട് കാഷ്വാലിറ്റികൾ ഉണ്ടായിട്ടുണ്ട്. ആ സ്ഫോടനങ്ങളുടെ പ്രതികളെയൊക്കെ പിടിച്ചിട്ടുണ്ട്. പലരും ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം നടന്നിട്ടുണ്ട്. കാവി ഭീകരത, ഹിന്ദു ടെറർ എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും കഴിഞ്ഞ 10 വർഷം, അതായത് UPA സർക്കാരിൻ്റെ 10 വർഷം, മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന 2004 മുതൽ 2014 ഈ വാക്കുകൾ ഉയർന്നു വന്നത്. ഹിന്ദു ടെറർ, കാവി ഭീകരത എന്നുള്ളത് നമുക്കറിയാം. ലോകമെമ്പാടുമുള്ള തീവ്രവാദ സംഘടനകളിൽ ബഹുഭൂരിപക്ഷവും ഒരു പ്രത്യേക മതമാണ് ആ സ്ഥാനം കയ്യേറിയിരിക്കുന്നത്. ബഹുഭൂരിപക്ഷമല്ല, 100% ഒരു പ്രത്യേക മതമാണ് അത് കയ്യേറിയിരിക്കുന്നത്. ഈ പ്രത്യേക മതം നമ്മുടെ രാജ്യത്തിലേക്ക് എത്തുമ്പോൾ ഈ തീവ്രവാദം എന്ന് പറയുന്നത് മതമില്ലാത്തൊരു സംഗതിയായിട്ട് മാറും. കാരണം അവരെ വെറുതെ വേദനിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇതിനെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. ശരി, അവരെ വെറുതെ വേദനിപ്പിക്കേണ്ട, അതായത് മതമില്ല. സിറിയയിൽ പൊട്ടിത്തെറിക്കുന്നവന് മതമുണ്ട്, യമനിൽ പൊട്ടിത്തെറിക്കുന്നവന് മതമുണ്ട്, പാകിസ്ഥാനിൽ പൊട്ടിത്തെറിക്കുന്നവന് മതമുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ പൊട്ടിത്തെറിക്കുന്നവന് മതമുണ്ട്, വേറെ പല ഇസ്ലാമിക രാജ്യങ്ങളിലും പൊട്ടിത്തെറിക്കുന്നവന് മതമുണ്ട്. എല്ലാത്തിനും മതമുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ അടക്കമുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആ വിശ്വാസികളെ വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ള സ്റ്റാൻഡ് എടുക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മതമില്ല എന്ന് നമ്മുടെ ലെഫ്റ്റ് ലിബറലുകളാണ് ഇത് ആദ്യം അവതരിപ്പിച്ചത്. മതമില്ല എന്നുള്ളൊരു സാധനം. ശരി, മതമില്ല. അങ്ങനൊരു മതം ഒരു പ്രത്യേക മതത്തിനെ പ്രതികൂട്ടി നിർത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് ശരിയല്ല. പക്ഷേ അങ്ങനൊരു മതമില്ല എന്നുള്ള ഇത് നമ്മൾ പോലും അംഗീകരിച്ച്, തീവ്രവാദത്തിന് മതമില്ല എന്നുള്ള സാധനം അംഗീകരിച്ച് കൊടുക്കുമ്പോഴും ഇവരെന്ത് ചെയ്യുന്നു? അപ്പോഴുള്ള ഭരണകൂടം, UPA സർക്കാർ എന്ത് ചെയ്യുന്നു? മതമുണ്ട്, അതായത് തീവ്രവാദത്തിന് മതമുണ്ട്. ഏതാണ് ആ മതം? ആ മതമാണ് ഹിന്ദു മതം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഭൂരിപക്ഷം, അതായത് സമാധാനം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ചരിത്രത്തിൻ്റെ ഏത് താളിലെ തട്ടിലിട്ട് തൂക്കി നോക്കിയാലും സ്വന്തം ജീവൻ പോലും കൊടുത്തുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ സംരക്ഷിച്ചിട്ടുള്ള ഈ ജനങ്ങളെ തീവ്രവാദികളാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. നമ്മൾ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇവിടെ വന്നിരുന്ന എല്ലാ ആൾക്കാർക്കും നമ്മളിവിടെ പട്ടുപ്പായ വിരിച്ചു കൊടുത്താണ് ഇങ്ങോട്ടേക്ക് കയറ്റിയത്. ഈവൻ ദോ അവരെല്ലാം നമ്മളെ കൊള്ളയടിച്ച് പിന്നീട് പ്ലണ്ടർ ചെയ്തുകൊണ്ട് പോയി പട്ടുപ്പായ വിരിച്ചു കൊടുത്താണ് അകത്ത് കയറ്റിയത്. ഇവർക്ക് മതം മാറാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുത്തു. നമ്മുടെ കേരളത്തിലെ തിരുവിതാംകൂർ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര സ്ഥലങ്ങളാണ് പല പല മതസ്ഥരുടെ ആരാധനാലയങ്ങൾ പണിയാനായിട്ട് എടുത്തു കൊടുത്തിരിക്കുന്നത്. ഈ മതസ്ഥർക്ക് വിവാഹം കഴിക്കാനുള്ള സ്ത്രീകൾ ആ മതത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലേക്ക് ഇവർ വന്നപ്പോൾ അതിൽ സ്ത്രീകളില്ല വിവാഹം കഴിക്കാൻ എന്ന് കണ്ടുകൊണ്ട് ഹിന്ദു സ്ത്രീകളെ അവരുടെ മതത്തിലേക്ക് ചേർത്ത് നിങ്ങൾ ഇവരെ വിവാഹം കഴിച്ച് എന്ത് ചെയ്തോളൂ, നിങ്ങൾ അവരുമായിട്ട് ഇവിടെ കുടുംബം നടത്തിക്കോളൂ എന്ന് പറഞ്ഞ പരമ്പരയാണ് നമ്മുടെ പരമ്പര എന്ന് പറയുന്നത്. ആ പരമ്പരയെ നോക്കിയാണ് UPA സർക്കാർ പറഞ്ഞത് ഹിന്ദു ടെററുണ്ട്. 2006 ചിദംബരം എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വൃത്തികെട്ട മന്ത്രിയാണ് ഈ വാദം, അതായത് കാവി ഭീകരത എന്ന് പറഞ്ഞ വാദം ആദ്യം പാർലമെൻറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഒരുപാട് ഹിന്ദുക്കൾ ആ സമയത്ത് വേദനയോടുകൂടി ഇത് കേട്ടു നിന്നു. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വേദനയോടുകൂടി ഇത് കേട്ട് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. മറ്റുള്ളവരെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂട്ടമായിട്ട് തെരുവിലിറങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, അവരങ്ങനെ ഇറങ്ങുകയും ചെയ്യും. അങ്ങനെ പല രാജ്യങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഹിന്ദുക്കളെ എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമ്മളൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്ത് പറഞ്ഞാലും നമ്മൾ ശാന്തമായി കേട്ടുകൊണ്ടിരിക്കും. അതൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ അങ്ങ് സ്വാഗതം ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഹിന്ദു ടെററിൻ്റെ വിഷയവും വരുന്നത്. 2014 ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വന്ന ശേഷം കഴിഞ്ഞ ദിവസം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. പക്ഷേ കഴിഞ്ഞ ദിവസം ANIക്ക് കൊടുത്തൊരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. ആരാണ് കൊടുത്തത്? സോണിയാഗാന്ധിയുടെ, അതായത് മൻമോഹൻ സിംഗ് ആണ് പ്രധാനമന്ത്രിയെങ്കിലും മൻമോഹൻ സിംഗിനെ മുന്നിൽ നിർത്തി ഭരിച്ചിരുന്നത് സോണിയാഗാന്ധിയായിരുന്നു. ഈ സോണിയാഗാന്ധിയുടെ അന്നത്തെ ആഭ്യന്തര അണ്ടർ സെക്രട്ടറി ആയിട്ടുള്ള ആരാണ്? സോണിയാഗാന്ധിയുടെ ആഭ്യന്തര അണ്ടർ സെക്രട്ടറി ആയിട്ടുള്ള RVS മണി എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ANIക്ക് ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതിനകത്ത് എക്സ്പ്ലോസീവായിട്ടുള്ളൊരു കണ്ടൻറ്റാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് സ്ഫോടനാത്മകമായിട്ടുള്ളൊരു കാര്യം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈ താജ് ഭീകരാക്രമണം എങ്ങനെയാണ് ഉണ്ടായത്? അതിന് അദ്ദേഹം ആദ്യത്തെ മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നത്, ഇത് ISIയും INCയും ചേർന്ന് നടത്തിയ ഒരു കൂട്ടായ ഓപ്പറേഷനാണെന്നാണ് പറയുന്നത്. INC ആരാണ്? നമ്മുടെ നാട് ഭരിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ISI ആരാണ്?
പാകിസ്ഥാനിലെ ചാര സംഘടന. ഇവന്മാർ രണ്ടും കൂടെ ചേർന്ന് നടത്തിയ കൂട്ടായ ഓപ്പറേഷൻ. ഇത് പറയുന്ന നരേന്ദ്രമോദിയുടെ ഏതെങ്കിലും ശിങ്കിടിയല്ല, ഇത് പറയുന്നത് സോണിയാഗാന്ധിയുടെ ആഭ്യന്തര അണ്ടർ സെക്രട്ടറി ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. 2006 ആയപ്പോഴേക്കും ദിഗ്വിജയ് സിംഗ് എന്നെ വിളിച്ച് ചോദിക്കുന്നു, ഹിന്ദു ടെറർ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്, ആ വിഷയത്തിൽ കേസുകൾ, ആ ഫയലുകളെല്ലാം തന്നെ ഇപ്പോൾ എൻ്റെ മേശപ്പുറത്തെത്തണം, ഇല്ലെങ്കിൽ അതുണ്ടാക്കിയെടുത്ത് എൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് പറയുന്നു. അപ്പം ഇദ്ദേഹം തിരിച്ച് ദിഗ്വിജയ് സിംഗിനോട് പറയുന്നു, അങ്ങനെ ഒരു സംഭവം ഇതുവരെ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാനതെങ്ങനെ കൊണ്ടുവരും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ RVS മണി എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഹിന്ദുക്കൾ, അതായത് ഹിന്ദു ജനത, ഈ ഹിന്ദു ജനത വീട്ടിൽ സൂക്ഷിക്കേണ്ട, അതായത് വീട്ടിൽ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണനോടൊപ്പം വച്ച് പൂജിക്കേണ്ട ഒരു വ്യക്തിയുടെ ചിത്രമുണ്ട്. സാധാരണക്കാരനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള തൂക്കാറാം ഒബ്ലയുടെ ചിത്രമാണ് നമ്മൾ വീട്ടിൽ വെച്ച് പൂജിക്കേണ്ടത്. ആരാണ് ഈ തൂക്കാറാം ഒബ്ല എന്നറിയാമോ? നമ്മൾ കേട്ടിട്ടില്ല. മഹാത്മാഗാന്ധിയുടെ ചിത്രം നമ്മളെ വീട്ടിൽ ഇരുന്നോട്ടെ, കുഴപ്പമില്ല, കൂട്ടത്തിൽ തൂക്കാറാം ഒബ്ലയുടെ ചിത്രവും കൂടെ നമുക്ക് വയ്ക്കാം. തൂക്കാറാം ഒബ്ല എന്ന് പറയുന്നത് സലീൽ ചൗധരിയെ പിടിച്ച, ഹിന്ദു ടെററിസ്റ്റ് ആയിട്ടുള്ള സലീൽ ചൗധരിയെ പിടിച്ച സാധാരണക്കാരനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ആരാണ് ഈ സലീൽ ചൗധരി? അതായത് കയ്യിൽ ചരട് കെട്ടി ഹിന്ദുക്കളാണ് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ, ഈ രാജ്യത്തെ ടെററിസ്റ്റ് അറ്റാക്ക് നടത്തുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തേക്ക് വന്ന് താജ് ഭീകരാക്രമണം നടത്തിയ അജ്മൽ കസബാണ് ഈ സലീൽ ചൗധരി. സലീൽ ചൗധരി എന്ന വ്യാജ പേരിൽ ഞാനൊരു ഹിന്ദു ഭീകരവാദിയാണ് എന്ന് കാണിക്കാനാണ് കയ്യിൽ ചരടും കെട്ടി ഇവൻ വന്നത്. അന്ന് ഇവനെ ഈ തൂക്കാറാം ഒബ്ല എന്ന് പറയുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിച്ചിട്ട് സ്വന്തം ജീവൻ പണയം വെച്ച് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഹിന്ദുക്കൾ ലോകത്തിൻ്റെ മുമ്പിൽ, അതായത് കോൺഗ്രസ് തന്നെ പറഞ്ഞു പരത്തും ഹിന്ദു ടെററിസ്റ്റുകളാണ് ഈ രാജ്യത്തുള്ളത് എന്നിവർ തന്നെ പറഞ്ഞു പരത്തുന്നു. അതാണ് RVS മണിയുടെ എന്തിലുള്ളത്, അഭിമുഖത്തിലുള്ളത്. അദ്ദേഹം അതിഭീകരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ഇതിനകത്ത് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെക്കുറിച്ച് പ്രേം ശൈലേഷ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. നമ്മളത് വായിക്കേണ്ട ഒരു പോസ്റ്റാണ്. 2004-2014 കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കേണ്ട രണ്ട് മനുഷ്യന്മാരേ ഉള്ളൂ. ഒന്ന് തൂക്കാറാം ഓംബ്ലെയാണ്, രണ്ടാമത്തെ മനുഷ്യൻ സോണിയ ബാക്ക് സീറ്റ് ഭരണം നടത്തിയ സമയം ആഭ്യന്തര മന്ത്രാലയത്തിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്ന RVS മണി. UPA ഗവൺമെന്റിന്റെ കാലത്തെ മുംബൈ ഭീകരാക്രമണ സമയം വരെ ആഭ്യന്തര മന്ത്രിയായിരുന്ന സുശീൽ കുമാർ ഷിൻഡെ ആയിരുന്നു ഹിന്ദു ഭീകരത, കാവി ഭീകരത എന്നൊക്കെയുള്ള വാക്കുകൾ ആദ്യമായി ഉപയോഗിച്ചത്. അതുവരെ അങ്ങനെ ഒരു സാധനമേ ആരും ഇന്ത്യയിൽ ഉപയോഗിച്ചിട്ടില്ല. 2010 വരെ ഇന്ത്യയിൽ ഒരു ഔദ്യോഗിക രേഖകളിലും അങ്ങനെ ഒരു വാക്കും ഇല്ല. അജ്മൽ കസബ് മുംബൈ ഭീകരാക്രമണ സമയത്ത് വേഷം മാറി തിരഞ്ഞെടുത്ത ഐഡന്റിറ്റി ഹിന്ദുവിൻ്റേതായിരുന്നു. തൂക്കാറാം ഓംബ്ല എന്ന സാധാരണക്കാരനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ജീവൻ നൽകി കസബിനെ ജീവനോടെ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ കസബ് എന്നറിയപ്പെടുക സമീർ ദിനേശ് ചൗധരി എന്ന ബാംഗ്ലൂർ ഹിന്ദുവിൻ്റെ പേരിലാകുമായിരുന്നു. കയ്യിലൊരു ചരടുമായി വന്ന കസബ് പലർക്കും ആവശ്യമുള്ള ഹിന്ദു ഭീകരതയുടെ ബിംബമായി മാറിയേനെ. ഇപ്പോൾ ഇവർക്ക് മുന്നിൽ ഒരു ഹിന്ദു ഭീകരവാദിയുള്ളത് ഗോഡ്സെയാണ്. ആ ഗോഡ്സെയാണ്, അതായത് 1947 മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെയാണ് ഇന്നും ഇവർക്ക് ഹിന്ദു ഭീകരവാദിയായി പോർട്രേ ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ടുള്ളൂ. അല്ലെങ്കിൽ സമീർ ചൗധരി എന്ന് പറയുന്ന അജ്മൽ കസബിനെ കൂടെ അയാൾ കൊല്ലപ്പെട്ടെങ്കിൽ ഇവർക്ക് കിട്ടിയാനെ. ദിഗ്വിജയ് സിംഗ് രാജ്യത്ത് നടന്ന ഹിന്ദു ഭീകരതയുടെ കണക്കുകൾ നൽകാൻ 2006 മണിയോട് ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെയൊന്നില്ല, അതിൻ്റെ കണക്കുകളില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മണി വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് പലപ്പോഴും വ്യാജ അഫിഡവിറ്റുകൾ നൽകാൻ കോൺഗ്രസ് നിർബന്ധിച്ചിട്ടുണ്ട്. സംജോത എക്സ്പ്രസ് സ്ഫോടനം നടത്തിയ ആസിഫ് ഖിലാനി ISIയുടെ കയ്യിൽ നിന്നും തനിക്ക് പണം ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൂടിയും അതിനെ ഹിന്ദു തീവ്രവാദമാക്കി മാറ്റാൻ പലർക്കും ധൃതിയായിരുന്നു. RVS മണിയുടെ ANAയുടെ പോസ്റ്റിലാണ് ഈ പോഡ്കാസ്റ്റ് നിർബന്ധമായും ഓരോ ഹിന്ദുവും കാണണം. മുംബൈ ഭീകരാക്രമണം കോൺഗ്രസ് പാകിസ്ഥാനോടൊപ്പം ചേർന്ന് നടത്തിയ ഒന്നാണ് എന്നാണ് മണിയുടെ വാദം. അന്ന് അദ്ദേഹം ആഭ്യന്തര മന്ത്രാലയത്തിൽ ഇന്റേണൽ സെക്യൂരിറ്റി വിഭാഗത്തിലെ അണ്ടർ സെക്രട്ടറിയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. RSS ആണ് മുംബൈ ഭീകരാക്രമണം നടത്തിയതെന്ന് ആരോപിച്ച് പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് നിർവഹിച്ചത്. മണിയോട് ഹിന്ദു ഭീകരതയുടെ കണക്കുകൾ മുംബൈ ആക്രമണത്തിനും 2 വർഷങ്ങൾക്ക് മുമ്പേ ചോദിച്ച അതേ ദിഗ്വിജയ് സിംഗ് തന്നെയായിരുന്നു. അതും പാകിസ്ഥാനാണ് അത് ചെയ്തത് എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും വൻ വ്യാജ കറൻസി റാക്കറ്റുകളെയും അവർക്ക് പിന്നിലുള്ളവരെയും വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിച്ച കേണൽ പുരോഹിത്, ഇഷറത് ജഹാൻ കേസിൽ മോദിയെയും അമിത്ഷായെയും ബന്ധിപ്പിച്ച് ഭീകര സംഘടനകളെ ഒഴിവാക്കാൻ ശ്രമിച്ചത്, RSSനെ മുൻനിർത്തി ഈ രാജ്യം ഹിന്ദു തീവ്രവാദം കൊണ്ട് പൊറുതിമുട്ടുന്നുവെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത്, അങ്ങനെ
അങ്ങനെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഈ രാജ്യത്ത് ഹിന്ദുക്കൾക്കെതിരെ നടന്ന സിസ്റ്റമിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം ഈ രാജ്യം നിലനിൽക്കാൻ അനിവാര്യമായ ഒന്നാണ് എന്നത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ 1.25 മണിക്കൂർ ദൈർഘ്യമുള്ള പോഡ്കാസ്റ്റ് കാണണം. സോണിയ ബാക്ക് സീറ്റ് ഭരണം നടത്തിയ കാലത്ത് ഹിന്ദു ഭീകരത സ്ഥാപിക്കാൻ കോൺഗ്രസിനോടൊപ്പം നിൽക്കാത്ത മണിയെ ആ പാർട്ടി പരമാവധി ഉപദ്രവിച്ചിരുന്നു. അദ്ദേഹം അനുഭവിക്കുന്നത് കണ്ട് ആ വേദനയിലാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പോലും മരിച്ചത്. ഈ ജൂണിൽ അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. അത് അദ്ദേഹത്തിൻ്റെ നഷ്ടങ്ങൾക്കോ പോരാട്ടങ്ങൾക്കോ യാതനകൾക്കോ പകരമാകില്ല എങ്കിൽ പോലും കുനിയാനും നിശബ്ദനാകാനും ഭീഷണിപ്പെടുത്തിയപ്പോൾ ഒരു ത്രാസിൽ ചങ്കൂറ്റവും മറ്റൊന്നിൽ രാജ്യവും സമാസമം നിലനിർത്തി മുഴുവൻ കോൺഗ്രസ് സിസ്റ്റത്തിനെതിരെയും പൊരുതിയ മനുഷ്യനാണിത്. ഞാനും നിങ്ങളും ഇന്ന് ഹിന്ദു ഭീകരവാദിയായി മുദ്ര കുത്തപ്പെടാതെ ഇരിക്കുന്നതിന് കാരണക്കാരായ ചുരുക്കം ചില മനുഷ്യന്മാരിൽ ഒരാളാണ് RVS മണി എന്ന് പറയുന്ന വ്യക്തി. ANAയുടെ പോഡ്കാസ്റ്റ് യൂട്യൂബിൽ കയറിയാൽ അതിൽ ഇത് കാണാൻ സാധിക്കും. എല്ലാവരും അത് പോയി കാണണം. അത് കാണണം. എന്താണ് നമ്മുടെ ഈ രാജ്യത്ത് നടന്നിരുന്നത് എന്ന് എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് പറയുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, സോണിയാഗാന്ധിയുടെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന RVS മണി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം അതിനകത്ത് നോട്ട് നിരോധനത്തെക്കുറിച്ചൊക്കെ വളരെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം കേണൽ പുരോഹിതിനെ എന്തിനാണ് പിടിച്ചത്? മാലേഗാവ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ടാണ് കേണൽ പുരോഹിതിനെ പിടിക്കുന്നത്. ഇപ്പോഴും ഹിന്ദുക്കൾ നടത്തിയ ഭീകരാക്രമണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേണൽ പുരോഹിതിൻ്റെ തലയിൽ ഈ മാലേഗാവ് സ്ഫോടനം കെട്ടിവെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കോടതി പറഞ്ഞു അതിലെന്തില്ല, അതിൽ യാതൊരുവിധ തെളിവുമില്ല. RVS മണി അന്നേ പറഞ്ഞു ഇതൊരു ഫാൾസ് കേസാണ് എന്നുള്ളത്. പക്ഷേ ഈ കേസ് വേണമായിരുന്നു. ഈ കേണൽ പുരോഹിതാണ് നമ്മുടെ ഇന്ത്യയുടെ പൈസ ഉണ്ടല്ലോ അത് പാകിസ്ഥാനിൽ അടിക്കുന്നുണ്ട്. ഈ പാകിസ്ഥാനിൽ അടിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യ ഉപയോഗിക്കുന്ന അതേ പേപ്പറും അതേ ഇങ്കും ഉപയോഗിച്ചാണ് ഈ പാകിസ്ഥാനിൽ ഇന്ത്യയുടെ കറൻസി അടിക്കുന്നത്, ഫേക്ക് കറൻസി അടിക്കുന്നത്. എന്നിട്ടത് നേപ്പാൾ വഴി ഉത്തർപ്രദേശ് വഴി ഇന്ത്യയിൽ മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതിന് ഒരു തലവനുണ്ടായിരുന്നു. അവൻ നമ്മുടെ രാജ്യത്തെ ഒരു മന്ത്രിയായിരുന്നു. ആ വേട്ടാവളിയെ പിടിക്കാനുള്ള ശ്രമം ഊർജിതമാക്കി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പുരോഹിത് എന്ന് പറയുന്ന. അവനെ പിടിക്കുമെന്നുള്ള ഘട്ടത്തിലെത്തിയപ്പോൾ പെട്ടെന്നൊരു സ്ഫോടനമുണ്ടായി. ആ സ്ഫോടനത്തിൽ പുരോഹിത് പ്രതിയായി. പുരോഹിത് അകത്തുപോയി. പക്ഷേ അവനെ കാലം വെറുതെ വിട്ടിട്ടില്ല. ആരാണെന്നൊക്കെ നിങ്ങൾ ഊഹിച്ചെടുത്തോ, അത് വേറെ കാര്യം. അപ്പോൾ ശരി.